ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു ദിവസം എങ്ങനെയൊക്കെയാണ് PSC പഠിക്കാനായിട്ട് ടൈം കണ്ടെത്തുന്നതെന്നാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ലാസ്റ്റ് LPUPക്ക് ശേഷം കുറച്ച് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണിപ്പം. അപ്പം പുതിയൊരു ടൈം ടേബിളും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പഠന രീതികളായിരിക്കാം. ചിലർക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് പഠിക്കുന്നതായിരിക്കാം കൂടുതൽ കംഫർട്ടായിട്ടുള്ളത്. ചിലർക്ക് രാത്രിയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു ടൈം ടേബിളാണ് കേട്ടോ ഇത്. രാവിലെ ഒരു 6 മണി മുതൽ ഒരു 7 മണി വരെയാണ് ഇത് സ്റ്റഡി ടൈം. ആ സമയങ്ങളിൽ ഞാൻ കൂടുതലും ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇന്ത്യൻ ഭരണഘടന ഇതേപോലുള്ള സബ്ജക്റ്റും ടോപ്പിക്കും ഒക്കെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അത് ഓരോ ദിവസവും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദിവസം ഹിസ്റ്ററി ആണെങ്കിൽ പിറ്റേ ദിവസം ജോഗ്രഫി ആയിരിക്കും. അങ്ങനെ മാറ്റി മാറ്റി എടുക്കും. പിന്നെ ഒരു 7 മണി മുതൽ 10:30 വരെ നല്ല തിരക്കായിരിക്കും. ആ സമയത്താണ് മോളെ സ്കൂളിൽ വിടുന്നതും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ബിസി ആയിരിക്കും. പിന്നെ ഇരിക്കാൻ പറ്റുന്നത് ഒരു 10:30 മുതലാണ്. ഒരു 10:30 മുതൽ ഒരു 12:30 വരെ അടുത്ത് ഇരിക്കാറുണ്ട്. ആ സമയങ്ങളിൽ ഞാൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, മലയാളം ഈ സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചൂസ് ചെയ്യുന്നത്. അത് ഓരോ ദിവസവും സബ്ജക്റ്റ് ചേഞ്ച് ആക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ ഞാനൊരു 12:30 മുതൽ ഒരു 2 മണി വരെ ലഞ്ച് ബ്രേക്കിനായിട്ട് എടുക്കും. ആ സമയത്ത് എന്തെങ്കിലും പെൻഡിങ് കിടക്കുന്ന ജോലിയൊക്കെ ചെയ്ത് തീർക്കും. പിന്നീട് കുറച്ച് ഫോണിലൊക്കെ എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ടിരിക്കും. പിന്നെ ലഞ്ച് കഴിച്ചതിനൊക്കെ ശേഷം ഒരു 2 മണി മുതലാണ് പിന്നെ അടുത്ത സ്റ്റഡി ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ മാത്സ് മാത്രമേ ചൂസ് ചെയ്യാറുള്ളൂ. കാരണം വേറെ ഏത് സബ്ജക്റ്റ് എടുത്താലും എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും ആ ഒരു ടൈം ആകുമ്പം. ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാത്സ് ആകുമ്പോൾ എനിക്ക് പ്രോബ്ലംസൊക്കെ ചെയ്തിരിക്കുമ്പം ആ ഒരു ക്ഷീണം തോന്നാറേ ഇല്ല. 4 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ മോള് വരും. അതിനുശേഷം പിന്നെ കുറച്ച് ടൈം ബ്രേക്ക് എടുക്കും. പിന്നെ വൈകുന്നേര സമയങ്ങളിൽ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പണികളൊക്കെ ചെയ്ത് തീർക്കും. അതിനുശേഷം ഒരു 5:30 ആകുമ്പോഴാണ് പിന്നീട് ഫ്രീ ആവുന്നത്. ഒരു 5:30 തൊട്ട് ഒരു 6:15 വരെ കിട്ടുന്ന ആ ഒരു ടൈമിൽ കുറച്ച് മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. പിന്നീട് പ്രേ ടൈമും പിന്നെ രാത്രിയിലെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മാത്രമാണ് വീണ്ടും പഠിക്കാനിരിക്കുന്നത്. പിന്നെ സൈലത്തിൽ ഓൺലൈനിലായിട്ട് കോച്ചിങ്ങിന് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലാസ്സൊക്കെ പെൻഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ രാത്രി സമയത്താണ് അതൊക്കെ ഇരുന്ന് കണ്ട് തീർക്കുന്നതും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും. അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും കൂടി ഞാൻ രാത്രി സമയത്ത് തന്നെ നോക്കാറുണ്ട്. പിന്നെ അതാത് ദിവസം പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റൊക്കെ നോക്കാറുണ്ട്. എല്ലാ ദിവസവും PYQ ചെയ്യുന്നത് നല്ലതാണ്. എങ്കിലും എല്ലാ ദിവസവും ചെയ്യാൻ പറ്റാറില്ല. എങ്കിലും മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാലും ചില ദിവസങ്ങളിൽ സബ്ജക്റ്റും ടൈമും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ പഠനരീതി എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് ഷെയർ ചെയ്യണേ.